ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ റെഡ് എക്സ്പെക്ടേഷൻ. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സന്റെ കറന്റ് ഫീലിങ്സ് എന്താണ്, നെക്സ്റ്റ് 72 hours അല്ലെങ്കിൽ നെക്സ്റ്റ് 42 hours അവർക്ക് എന്തെങ്കിലുമൊക്കെ ചേഞ്ചസോ മാറ്റമോ വരാൻ സാധ്യതയുണ്ടോ, അവർ നിങ്ങളെ കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ പേഴ്സന്റെ പേര് 3 പ്രാവശ്യം മനസ്സിൽ ഓർക്കുക. അവരുടെ എനർജി കൊണ്ടുവന്നതിന് ശേഷം നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുക. അവരെന്തെങ്കിലുമൊക്കെ ഡെസിഷൻ എടുത്തിട്ടുണ്ടോ, നിങ്ങളടുത്ത് റോങ് ആയി പെരുമാറിയിട്ടുണ്ടോ എങ്കിൽ അതിന് സൊല്യൂഷൻ ഉണ്ടോ ഇല്ലയോ, അതോ റീയൂണിയൻ പോസിബിൾ ആണോ എന്നതിനെ കുറിച്ചുള്ള കുറേ ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ മനസ്സിലുണ്ടാവും. അപ്പൊ നിങ്ങളുടെ നിയർ ഫ്യൂച്ചറിൽ നിങ്ങളുടെ കണക്ഷൻ എന്തെങ്കിലുമൊക്കെ സംഭവിക്കാൻ പോകുന്നുണ്ടോ, മാറ്റങ്ങളുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ്. സോ ഇതിന്റെ തമ്പനിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുന്ന ആ ഒരു ക്വസ്റ്റിന്റെ ഉത്തരം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിലൂടെ ലഭിക്കുന്നതാണ്. സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്. ആൻഡ് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ക്രിസ്റ്റൽ പേജ് അതുപോലെ തന്നെ നമുക്ക് ഇൻസ്റ്റഗ്രാമിൽ ഉണ്ടായിരുന്നു. ഒത്തിരി ആൾക്കാരെ സപ്പോർട്ട് ചെയ്തു. ആൻഡ് താങ്ക് യു സോ മച്ച്. നിങ്ങൾക്ക് എന്തെങ്കിലും ക്രിസ്റ്റൽസ് ആവശ്യമുണ്ടെങ്കിൽ ആ ഒരു സൈറ്റിൽ കയറി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അതുപോലെ പേഴ്സണലൈസ്ഡ് റീഡിംഗ് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന നമ്പറിൽ ബുക്ക് ചെയ്യാവുന്നതാണ്. വാട്സപ്പ് മെസ്സേജ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് വേഗം തന്നെ റീഡിംഗിലേക്ക് പോവാം. നെക്സ്റ്റ് 48 hours or next 72 hours vibration. Okay. എനിക്ക് തോന്നുന്നു നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഭയങ്കര ഫൈൻ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിരുന്നു, അല്ലെങ്കിൽ വളരെയധികം സ്റ്റെബിലിറ്റി ഉള്ള, വളരെയധികം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, ഇത് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഇതൊരു ലോങ് ടേം കമ്മിറ്റ്മെന്റിലേക്ക് പോകും എന്ന് വിചാരിച്ചിട്ടാണ് നിങ്ങൾ ഇതിൽ മുന്നോട്ടേക്ക് പോയത്. ആൻഡ് നിങ്ങൾക്ക് ഒത്തിരി പ്രതീക്ഷ ഉണ്ടായിരുന്നു, ഒത്തിരി ഫിസിക്കൽ അട്രാക്ഷൻ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്നു. ആൻഡ് മുന്നോട്ടും ഈ ഒരു ഫിസിക്കൽ അട്രാക്ഷൻ പോകും എന്ന് നിങ്ങൾ വിശ്വസിച്ചിരുന്നതായിട്ടാണ് ഇതിനകത്ത് കാണുന്നത്. ആൻഡ് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് നിങ്ങൾക്ക് ഒത്തിരി പ്രതീക്ഷയുണ്ട്. ഈവൻ നിങ്ങളുടെ ലൈഫ് തന്നെ ഏകദേശം ഒരു നല്ലൊരു സ്റ്റെബിലിറ്റി തന്നതും, നിങ്ങൾ ചില കാര്യങ്ങളിൽ റീതിങ്ക് ചെയ്യാൻ നിങ്ങളെ സഹായിച്ചതും, നിങ്ങളുടെ പാസ്റ്റിൽ ഉണ്ടായിരുന്ന വേദനകളെ മറക്കാനൊക്കെ ഹെൽപ്പ് ചെയ്തത് ഈ ഒരു കണക്ഷൻ ആണെന്നതാണ് എനിക്ക് ഇതിനകത്ത് കാണുന്നത്. പക്ഷേ അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു പേഴ്സണോട് വളരെയധികം അട്രാക്റ്റീവ് ആയിരുന്നു. ഈവൻ നിങ്ങൾക്ക് ഈ ഒരു പേഴ്സണോട് ക്രഷ് ഉണ്ടായിരുന്നു. ആൻഡ് ഈ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് നിങ്ങളോടും അഡിക്റ്റഡ് ആയിരുന്നു, അല്ലെങ്കിൽ നിങ്ങളോട് അവർ സ്നേഹപരമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നു, അല്ലെങ്കിൽ അവരുടെ ഐ കോണ്ടാക്ട് വഴി നിങ്ങൾക്ക് മനസ്സിലാകുമായിരുന്നു ഈ ഒരു പേഴ്സൺ നിങ്ങളോട് താല്പര്യമുണ്ട്, ഇമോഷൻ ഉണ്ട് എന്നത്. ഈവൻ നിങ്ങൾ ലവേഴ്സ് ആണെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് നല്ലൊരു വൈബ്രേഷനിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഓക്കെ, പക്ഷേ എനിക്കിതിനകത്ത് മനസ്സിലാവുന്നത് ഈയിടെയായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പ് സഡൻ ബ്ലോക്കിലോ അല്ലെങ്കിൽ അബ്യൂസീവ് വേർഡ്സ് നിങ്ങളുടെ പാർട്ട്ണർ ഉപയോഗിക്കുകയോ അല്ലെങ്കിൽ നിങ്ങളെ കളഞ്ഞിട്ട് പോകുമെന്നുള്ള ഒരു ഭീഷണി മുഴക്കുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ പേഴ്സൺ ചെയ്തിട്ടുണ്ട് എങ്കിൽ ട്രൂലി അത് കൈൻഡ് ഓഫ് ഒരു ബ്ലാക്ക് മാജിക് എനർജി അല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടി ഇൻഫ്ലുവൻസ് കൊണ്ടാണ് എന്നതാണ് ഇതിനകത്ത് മനസ്സിലാവുന്നത്. ആൻഡ് ഈ ഒരു പേഴ്സൺ ഹെവിലി നിങ്ങളെ റിജക്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു പേഴ്സന്റെ മനസ്സിൽ ഭയങ്കരമായിട്ടുള്ളൊരു ഫിയർ ഉണ്ട്. ബേബി പിടിക്കപ്പെടുമോ എന്നായിരിക്കാം, ഇല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ മുന്നിൽ ഇത് തെളിയുമോ എന്നൊരു രീതിയിൽ, ഇപ്പോൾ വീട്ടുകാർ അറിയുമോ എന്നൊക്കെ ഉള്ളൊരു രീതിയിൽ ഒരു ഭയങ്കര ഒരു പേടി ഉള്ളത് കൊണ്ട് ഈ ഒരു പേഴ്സൺ നമ്മളടുത്ത് റപ്പൽ ചെയ്യാൻ ശ്രമിക്കുന്നതായിട്ട് ഇതിനകത്ത് കാണുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ റിലേഷൻഷിപ്പില് അല്ലെങ്കിൽ നിങ്ങളുടെ ക്രഷ് ആയിരുന്നു, നിങ്ങൾക്ക് പോസിറ്റീവ് വൈബ്രേഷൻ തന്നിട്ട് ഈ ഒരു പേഴ്സൺ പെട്ടെന്ന് നെഗറ്റീവായിട്ട് ട്വിസ്റ്റ് ചെയ്തു അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് നിന്ന് ബ്ലോക്ക് ചെയ്തു എങ്കിൽ ദർ ഇസ് എ തേർഡ് പാർട്ടി സിറ്റുവേഷൻ, അല്ലെങ്കിൽ മേ ബി ഇത് വേറൊരാൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കണം. ആൻഡ് സം കൈൻഡ് ഓഫ് നെഗറ്റീവ് എനർജി ഇതിനകത്ത് സ്പ്രെഡ് ആയതായിട്ടാണ് എനിക്ക് കാണുന്നത്. തുടക്കത്തിൽ നിങ്ങളുടെ എനർജി വൈബ്രേഷൻ വളരെ നല്ലതായിരുന്നു, പക്ഷേ തേർഡ് പാർട്ടി ഇൻഫ്ലുവൻസ് കാരണമായിരിക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇത്രത്തോളം ഡിസ്ട്രാക്ട് ആയത് എന്നതാണ്, അല്ലെങ്കിൽ ഇത്രത്തോളം പൊളിഞ്ഞു പോയത് എന്നാണ് എനിക്ക് കാണുന്നത്. ആൻഡ് ഇപ്പോ എൻ്റെ ഈ ഒരു ഇമോഷണൽ കാർഡ്സിൽ നിന്ന് എനിക്ക് മനസ്സിലാവുന്നത്, വേറെ ഏതോ ഒരു വ്യക്തി നിങ്ങളുടെ പാർട്ട്ണറെ കൺട്രോൾ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ വേറെ ഏതോ ഒരു വ്യക്തിയുടെ ചിന്തയും അവരുടെ പ്രവൃത്തിയുമാണ് നിങ്ങളുടെ പാർട്ട്ണറെ പലപ്പോഴും എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നിങ്ങളിത് ബ്ലൈൻഡ് ഫോൾഡഡ് ആയിട്ടിരിക്കുകയാണ്, നിങ്ങൾ പല കാര്യങ്ങളും അറിയുന്നില്ല എന്നതാണ്. അല്ലെങ്കിൽ പല ആൾക്കാരുടെ റെസ്ട്രിക്ഷൻ കൊണ്ടും, അല്ലെങ്കിൽ മേ ബി ഇത് പുറമെ അറിയണ്ട എന്നൊരു കൺസേൺ കൊണ്ടുമായിരിക്കാം, കുറെ ആൾക്കാരുടെ മുന്നിൽ ഇത് എക്സ്പ്രസ് ചെയ്യേണ്ട എന്നൊരു കൺസേൺ കൊണ്ടുമായിരിക്കാം ഈ ഒരു പേഴ്സൺ തൽക്കാലം നിങ്ങളുടെ അടുത്തുനിന്ന് കുറച്ച് സമയം മാറി നിൽക്കാനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ മാറി നിൽക്കാൻ താല്പര്യപ്പെടുന്നു. ആൻഡ് അത് മേ ബി നിങ്ങൾക്ക് മെന്റലി സ്ട്രെസ് ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് കാണിക്കുന്നുണ്ട്. ആൻഡ് സംഭവം നിങ്ങളുടെ പേഴ്സൺ പ്ലീസ് ക്ലാരിഫിക്കേഷൻ എടുത്തിട്ട് നമുക്ക് നോക്കാം. യെസ്,
നിങ്ങളുടെ പേഴ്സൺ ഇതിനകത്തൊരു ഗ്രോത്ത് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു ഗ്രോത്ത് ഇയാൾ ഇപ്പോൾ ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ, അല്ലെങ്കിൽ ഇപ്പോൾ ഇയാൾ നമ്മൾ പറയുന്ന കാര്യമാണെങ്കിലും ചുറ്റുള്ളവർ പറയുന്ന കാര്യമാണെങ്കിലും ഹൈ വൈബ്രേഷനിൽ എടുത്താൽ എന്നേക്കുമായിട്ട് നമ്മളിന്ന് ഡിസ്കണക്ട് ആകേണ്ടി വരും എന്നൊരു രീതിയിൽ ചിന്തിക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു കണക്ഷൻ പലപ്പോഴും സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു പേഴ്സൺ പല സന്ദർഭങ്ങളിലും റിയാക്ട് ചെയ്യാതെ മിണ്ടാതിരിക്കുന്നുണ്ട്. പക്ഷെ നമ്മളുമായിട്ടുള്ള കോണ്ടാക്ട് ഏതൊക്കെയോ വിധേന മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. മേ ബി ഈ ഒരു പേഴ്സൺ നമ്മളെ സ്പൈ ചെയ്യുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നത് എന്നതിനെ കുറിച്ച് അറിയാൻ താല്പര്യപ്പെടുന്നുണ്ടായിരിക്കാം. ഇല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ തന്റെ ഇമോഷനെ ഡ്രാഗ് ചെയ്ത് പിടിച്ചിരിക്കുകയായിരിക്കാം. സ്പൈ വർക്ക് പോലും ചെയ്യുന്നില്ല, നിങ്ങൾ ഇച്ചിരി ഒന്ന് സങ്കടപ്പെടണം എന്നൊരു ഇമോഷനിൽ ചിലപ്പോൾ ഉണ്ടായിരിക്കാം. അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ പൂർണ്ണമായി ലെഫ്റ്റ് ചെയ്തു എന്നൊരു രീതിയിൽ നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സണ് ഭയങ്കര ഡീപ്ലി പണ്ടത്തെ കാര്യം ഓർത്തിട്ട് നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞപ്പോൾ പണ്ടത്തെ കാര്യം സ്ട്രൈക്ക് ചെയ്തിട്ട് ആ ഒരു പേഴ്സൺ വളരെയധികം വേദനിച്ചിട്ടുള്ളതായിട്ട് കാണുന്നുണ്ട്. എന്താണെങ്കിലും ഈ ഒരു പേഴ്സൺ ഇപ്പം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ചെറുതായിട്ട് ഞാൻ കളഞ്ഞിട്ട് പോയതാണ്, അല്ലെങ്കിൽ ഞാൻ ബ്ലോക്ക്ഡ് ആണ്, ഞാൻ ഈ വരത്തില്ല എന്നൊരു ഇമ്പാക്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പുഷ് ചെയ്യാൻ, നിങ്ങളെ ഒന്ന് പേടിപ്പിക്കാൻ ശ്രമിക്കുന്നതായിട്ട് അതിനകത്ത് കാണുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങളൊന്ന് അവരുടെ സമ്മർദ്ദത്തിന് വഴങ്ങി അവർ പറയുന്ന കാര്യത്തിൽ യെസ് വയ്ക്കാൻ ഈ ഒരു പേഴ്സൺ ശ്രമിക്കുന്നതായിട്ട് ഇതിനകത്ത് കാണുന്നുണ്ട്. അല്ലെങ്കിൽ അവര് അല്ലെങ്കിൽ അവരുടെ കൂടെ നിൽക്കുന്ന ഒരു തേർഡ് പാർട്ടിയോട് എന്താണ് അവർ പോസിറ്റീവ് ആണ്, അല്ലെങ്കിൽ അവർ അതിലേക്ക് പോകുന്നില്ല എന്നൊരു രീതിയിൽ പറയാൻ അല്ലെങ്കിൽ കാണിക്കാൻ ശ്രമിക്കുന്നതായിട്ട് നിൽക്കുന്നുണ്ട്. എന്താണെങ്കിലും നിങ്ങളുടെ ലവ് സിറ്റുവേഷനിൽ ഒരു ഹാങ്ഡ് മാൻ സ്റ്റക്ക് സിറ്റുവേഷൻ കാണുന്നു. യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് ഈ ഒരു ദിവസം, ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത അറിയാമെന്ന് വിശ്വസിക്കണം. ഈ ഒരു ദിവസം നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള കാര്യം എന്താണോ അത് നല്ല രീതിയിൽ മാനിഫെസ്റ്റ് ചെയ്തിട്ട് യൂണിവേഴ്സിലേക്ക് വിടുക. എന്നിട്ട് നിങ്ങൾ സറണ്ടർ ചെയ്യുക. ഹാങ്ഡ് മാൻ എനർജി നിങ്ങൾ സറണ്ടർ ചെയ്യുക. വിത്തിൻ 4 വീക്സിൽ നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാകേണ്ടതാണ്. റിസൾട്ട് എങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉണ്ടാകും. നിങ്ങളുടെ പേഴ്സണിന്റെ അടുത്ത് നിങ്ങൾക്ക് ഒരു പോസിറ്റീവ് മെസ്സേജ് കിട്ടാനുള്ള സാധ്യതയുണ്ട് എന്നതാണ് കാണിക്കുന്നത്. സോ ഈ ഒരു ദിവസം നിങ്ങൾ എന്താണോ വേണ്ടത് അത് മാനിഫെസ്റ്റ് ചെയ്യുക. മാനിഫെസ്റ്റ് ചെയ്തതിനു ശേഷം അത് സറണ്ടർ ചെയ്യുക എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളുടെ ലൈഫ് ബാലൻസ്ഡ് ആക്കുക. നിങ്ങളുടെ ലൈഫ് ബാലൻസ്ഡ് ആക്കിയാൽ, നിങ്ങൾ സറണ്ടർ ചെയ്താൽ, ഈവൻ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ തേർഡ് പാർട്ടി ഉണ്ടെങ്കിലും എന്തെങ്കിലും ഒബ്സ്റ്റക്കിൾസ് ഉണ്ടെങ്കിലും അത് മാറിക്കിട്ടും എന്ന കൈൻഡ് ഓഫ് എനർജിയാണ് ഇതിനകത്ത് കാണുന്നത്. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഈ ഒരു നെക്സ്റ്റ് 74 hours അല്ലെങ്കിൽ 48 to 72 hours നിങ്ങൾക്ക് വ്യത്യാസം ഉണ്ടാകണം എന്ന് നിങ്ങൾ താല്പര്യപ്പെടുന്നുണ്ട്. ഈ ഒരു വൈബ്രേഷൻ എൻഡ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളുടെ കണക്ഷന് കുറച്ചും കൂടി ഒരു ഗ്രോത്ത് ഉണ്ടാകണം എന്ന രീതിയിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് മാനിഫെസ്റ്റ് ചെയ്യുക. ഇന്ന് ഗുരുപൂർണിമയാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് മാനിഫെസ്റ്റ് ചെയ്യുക. മാനിഫെസ്റ്റ് ചെയ്തതിന് ഇപ്പോൾ ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ്, അതുപോലെ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്. അപ്പോൾ ഇന്നത്തെ ദിവസം ഞാനിത് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ നിങ്ങളിത് കഴിഞ്ഞിട്ടാണ് കാണുന്നതെങ്കിൽ നെക്സ്റ്റ് ഫുൾ മൂൺ എപ്പോഴാണോ വരുന്നത് അപ്പോൾ ഈ ഒരു പ്രോസസ്സ് നിങ്ങൾ ചെയ്യുക. പൂർണ്ണമായും യൂണിവേഴ്സിനെ സറണ്ടർ ചെയ്യുക. അപ്പോഴായിരിക്കും കണ്ടു ഈ ഒരു 2 of Cups നിങ്ങളുടെ അടുത്തേക്ക് തേടി വരുന്നത്. ഒന്നുകിൽ 4 വീക്സിനുള്ളിൽ നിങ്ങളുടെ കണക്ഷന് സൊല്യൂഷൻ ഉണ്ടാകും, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്ന് ഹീൽ ആവാൻ സാധിക്കും. നിങ്ങളുടെ സോൾമേറ്റ് ആരാണാവോ ആ ഒരു പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് അട്രാക്ട് ആകും എന്നതാണ് ഇതിനകത്ത് കാണുന്നത്. നിങ്ങൾക്ക് മെന്റൽ ക്ലാരിറ്റി, മെന്റൽ പീസ് കിട്ടണം എന്നാണ് താല്പര്യമെങ്കിൽ നിങ്ങൾക്ക് ആമസോണൈറ്റ് ക്രിസ്റ്റലിന് പോകാം. ആൻഡ് ഒത്തിരി ആൾക്കാർ എന്നോട് ചോദിച്ചു ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്, അത് ക്ലിയർ ചെയ്യാനുള്ള ബ്രേസ്ലെറ്റ് ഉണ്ടോ എന്ന്. നിങ്ങൾക്ക് അമഥെസ്റ്റിന് പോകാം, ഇല്ലെങ്കിൽ ആമസോണൈറ്റിന് പോകാം. റോസ് ക്വാർട്സ് എന്ന് പറയുന്നത് ഹെൽത്തിന് ഒരിക്കലും സഹായിക്കുന്ന ക്രിസ്റ്റൽ അല്ല. അത് നമുക്ക് മെന്റൽ ക്ലാരിറ്റി, മെന്റൽ പീസ് തരും, പക്ഷെ അത് റിലേഷൻഷിപ്പിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് ഹെൽത്ത് വൈസ് ആണ് വേണ്ടതെങ്കിൽ ബ്ലൂയിഷ് കളർ ക്രിസ്റ്റൽ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. നമ്മുടെ ആമസോണൈറ്റ് ടർക്കോയിഷ് ബ്ലൂ ബ്രേസ്ലെറ്റ് ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ ലാപ്പിസ് ലസൂലി അതൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ബ്ലൂയിഷ് കളറിലുള്ള ഉപയോഗിക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻ ബുദ്ധിമുട്ടുണ്ടെങ്കിലും ബ്ലൂ കളർ, ലൈറ്റ് ബ്ലൂ കളർ, സീ ബ്ലൂ കളർ ഉള്ള ബ്രേസ്ലെറ്റ്സ് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ആൻഡ് ശാരീരികമായിട്ടുള്ള ഇമ്പ്രൂവ്മെന്റ് നിങ്ങൾക്ക് ടർക്കോയിഷ് ബ്ലൂ വളരെ നല്ല ബ്രേസ്ലെറ്റ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വെബ്സൈറ്റിൽ പോയി ചെക്ക് ചെയ്ത് നോക്കാം. അതിന്റെ ഗുണങ്ങളൊക്കെ അതിനകത്ത് തന്നെ ഇട്ടിട്ടുണ്ട്. പക്ഷെ കുറച്ച് ആൾക്കാർ എന്നോട് ചോദിച്ചത് കൊണ്ടാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അതുപോലെ തന്നെ ബ്ലാക്ക് മാജിക് എനർജി അതിനകത്ത് കാണുന്നുണ്ട്. അതിൽ നിന്ന് നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ബ്ലാക്ക് അപ്സൈഡിയൻ ട്രിപ്പിൾ പ്രൊട്ടക്ഷൻ ബ്രേസ്ലെറ്റിന് പോകാവുന്നതാണ്. സോ ആസ് യു വിഷ്, നിങ്ങൾക്ക് വേണമെങ്കിൽ കയറി നോക്കാം, ഇല്ലെങ്കിൽ ലീവ് ഇറ്റ്. ഇതാണ് നിങ്ങളുടെ എനർജി ആയിട്ട് കിട്ടിയിട്ടുള്ളത്. സോ യൂണിവേഴ്സ് പറയുന്നത് ഇന്നേ ദിവസം സറണ്ടർ ചെയ്യുക. വിത്തിൻ 4 വീക്സിൽ നിങ്ങളുടെ കണക്ഷനിൽ മാറ്റം ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിനകത്ത് വർക്ക് ചെയ്യാം. ഈവൻ ആ 4 വീക്സിൽ നിങ്ങൾക്ക് വൈബ്രേഷൻ കിട്ടുന്നില്ല എങ്കിൽ
ലീവ് ചെയ്യുക, സെൽഫ് ഹീൽ ആവുക, ബാലൻസ് ആവുക, നിങ്ങളുടെ സോൾമേറ്റ് നിങ്ങളെ തേടി വന്നോളൂ. ഓക്കെ, അപ്പൊ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ചെറിയ റീഡിംഗ്. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഒരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെയും ബൈ ബൈ.